ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പൊ ഇന്ന് എന്റെ ടോപ്പിക് എന്ന് വെച്ചാൽ കസ്റ്റമർ സർവീസസ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വാട്ട് ഈസ് കസ്റ്റമർ സർവീസ് എന്താ നോക്കാം. The practice of providing existing and potential customers with the support to enhance their satisfaction with the company. അതായത് നിലവിലുള്ളതും സാധ്യതയുള്ളതുമായ കസ്റ്റമേഴ്സ് അവരുടെ കമ്പനിയുമായുള്ള സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് പിന്തുണ നൽകുന്ന, അതായത് സപ്പോർട്ട് നൽകുന്ന രീതിയാണ് നമ്മൾ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അടുത്തത് 10 reasons why is customer service important. ഫസ്റ്റ് വൺ ഈസ് എക്സലന്റ് കസ്റ്റമർ സർവീസ് ബൂസ്റ്റ് ടു പ്രോഫിറ്റബിലിറ്റി. അതായത് മികച്ച കസ്റ്റമർ സർവീസ് അവരുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. 2, സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആർ മോർ ലൈക്ലി ടു സ്പ്രെഡ് ദ വേർഡ്. തേർഡ് വൺ ഈസ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് ഹൈലി വെയർ റിവ്യൂസ്. വരാനിരിക്കുന്ന കസ്റ്റമേഴ്സ് ഇതിന്റെ റിവ്യൂ നോക്കിയിട്ടാണ് നടത്തുന്നത്. സുപ്പീരിയർ കസ്റ്റമർ സർവീസ് മിനിമൈസ് ദ കസ്റ്റമർ ചാൺ. അതായത് കസ്റ്റമേഴ്സ് അവരുടെ ചോർച്ച കുറയ്ക്കാൻ സഹായിക്കുന്നു. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഈസ് ലിങ്ക്ഡ് ടു ക്വാളിറ്റി കസ്റ്റമർ സർവീസ്. അതായത് എംപ്ലോയി കസ്റ്റമേഴ്സും ക്വാളിറ്റി കസ്റ്റമേഴ്സും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് കസ്റ്റമർ സർവീസ് എൻഹാൻസ് ദ ബിസിനസ് റെപ്യൂട്ടേഷൻ. അതായത് മികച്ച കസ്റ്റമർ സർവീസ് ബിസിനസിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നു. 7, എക്സ്പെൻഷണൽ കസ്റ്റമർ സർവീസ് ഗീവ്സ് എ കോമ്പറ്റീറ്റീവ് എഡ്ജ്. അതായത് കസ്റ്റമർ സർവീസസ് കോമ്പറ്റീറ്റീവ്, അതായത് മത്സരാധിഷ്ഠിത നേട്ടം നൽകുന്നു. കസ്റ്റമർ സർവീസ് ആക്ട്സ് ആൻഡ് അഡീഷണൽ മാർക്കറ്റിംഗ് അവന്യൂ. കസ്റ്റമർ സർവീസ് കൂടുതലായിട്ടും മാർക്കറ്റ് അവന്യൂയിലാണ് പ്രവർത്തിക്കുന്നത്. മോഡേൺ കസ്റ്റമേഴ്സ് ഹോൾഡ് ഹൈ സർവീസ് എക്സ്പെക്ടേഷൻ. മോഡേൺ കസ്റ്റമറെ ഹൈ സർവീസസ് ആണ് പ്രതീക്ഷിക്കുന്നത്. 10, ലാസ്റ്റ് വൺ ഈസ് കസ്റ്റമേഴ്സ് ആർ വിറ്റൽ ഫോർ ദ സസ്റ്റൈനബിൾ സക്സസ് ഓഫ് ദ ബിസിനസ്. അതായത് കസ്റ്റമേഴ്സ് ആണ് ഒരു ബിസിനസിന്റെ വിജയത്തിന്റെ പ്രധാനം. അടുത്തത് ടോപ്പ് ബെനിഫിറ്റ് ഫോർ ദ ബിസിനസ് എന്തൊക്കെയാണ് നോക്കാം. ഗെറ്റ് റെഫറൽസ് ഫ്രം കസ്റ്റമേഴ്സ്, ഗെറ്റ് പോസിറ്റീവ് റിവ്യൂ ഫ്രം കസ്റ്റമേഴ്സ്, ഇൻക്രീസ് കസ്റ്റമർ ലോയാലിറ്റി, ബൂസ്റ്റ് കസ്റ്റമേഴ്സ് റിട്ടൻഷൻ, എൻഹാൻസ് ടീം മോറൽ. ഇതാണ് ടോപ്പ് ബെനിഫിറ്റ് ഫോർ ബിസിനസ് എന്ന് പറയുന്നത്. അടുത്തത് മേജർ അഡ്വാൻറ്റേജസ് ഓഫ് AI ഇൻ കസ്റ്റമർ സർവീസസ്. രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ഫോർ ബിസിനസ് ആയിട്ടും ഫോർ കസ്റ്റമേഴ്സ് ആയിട്ടും. നമുക്ക് ഫസ്റ്റ് ഫോർ ബിസിനസ്സിൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. കോസ്റ്റ് എഫിഷ്യൻസി ആണ്, സെന്റിമെന്റ് അനലൈസിസ് ആണ്, കസ്റ്റമർ സർവീസ് ട്രെയിനിങ് ഫോർ ഏജന്റ് ആണ്, പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ ആണ്, ഇൻ ഡെപ്ത് ക്ലയന്റ് ഫീഡ്ബാക്കിംഗ് ട്രെയിനിങ് ആണ്. ഫോർ കസ്റ്റമേഴ്സിൽ എന്തൊക്കെ നോക്കാം. പ്രൊഡക്റ്റീവ് പേഴ്സണലൈസേഷൻ ആണ്, 24/7 multilingual support, emotionally responsive interaction, proactive problem solving, omnichannel and multimodal capability. ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് കസ്റ്റമർ സർവീസസ് എന്ന് പറയുന്നത്. അടുത്തത് 3 എലമെന്റ്സ് ആണ് കസ്റ്റമർ സർവീസിനുള്ളത്. ഏതൊക്കെ ചോദിച്ചാൽ പ്രീ ട്രാൻസാക്ഷൻ എലമെന്റ്സ്, ട്രാൻസാക്ഷൻ എലമെന്റ്സ്, പോസ്റ്റ് ട്രാൻസാക്ഷൻ എലമെന്റ്സ്. അപ്പൊ നമുക്ക് പ്രീ ട്രാൻസാക്ഷൻ എലമെന്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പോളിസി, കസ്റ്റമർ റെസിപ്റ്റ് പോളിസി സ്റ്റേറ്റ്മെന്റ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി, മാനേജ്മെന്റ് സർവീസ്. ഇതാണ് പ്രീ ട്രാൻസാക്ഷൻ എലമെന്റിൽ വരുന്നത്. അടുത്തത് ട്രാൻസാക്ഷൻ എലമെന്റ്സിൽ എന്തൊക്കെ വരുന്നത് നോക്കാം. സ്റ്റോക്ക് ഔട്ട് ലെവൽ, ഓർഡർ ഇൻഫോർമേഷൻ, എലമെന്റ്സ് ഓർഡർ സൈക്കിൾ, എക്സ്പെക്ടഡ് ഷിപ്മെന്റ്, അതായത് വേഗത്തിലുള്ള ഷിപ്മെന്റ് ഉണ്ട്, ട്രാൻസ്ഷിപ്മെന്റ്, സിസ്റ്റം അക്യുറസി, ഓർഡർ കൺവീനിയൻസ്, പ്രൊഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ട്രാൻസാക്ഷൻ എലമെന്റ്സ് വരുന്നത്. ലാസ്റ്റ് വൺ ഈസ് പോസ്റ്റ് ട്രാൻസാക്ഷൻ എലമെന്റ്സ്, ഇൻസ്റ്റാളേഷൻ, വാറന്റി, ആൾട്ടറേഷൻ, റിപ്പയർസ്, പാർട്സ്. അടുത്തത് പ്രൊഡക്റ്റ് ട്രേസിംഗ്, കസ്റ്റമർ ക്ലെയിംസ്, കംപ്ലൈന്റ്, റിട്ടേൺ, അതായത് കസ്റ്റമേഴ്സിന്റെ പരാതികളൊക്കെ തിരിച്ചെടുക്കുന്നതാണ്. ടെമ്പററി റീപ്ലേസ്മെന്റ് ഓഫ് പ്രൊഡക്റ്റ്. ഇതാണ് പോസ്റ്റ് ട്രാൻസാക്ഷനിൽ പറയുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ.